നമോ വിജ്ഞാനരൂപായ പരമാനന്ദരൂപിണേ കൃഷ്ണായ ഗോപിനാഥായ ഗോവിന്ദായ നമോ നമ. വിജ്ഞാനസ്വരൂപനും പരമാനന്ദസ്വരൂപനുമായ ഗോവിന്ദന് എൻ്റെ പ്രണാമം. നാളെ അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി. കൃഷ്ണൻ ഭക്തരുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സുന്ദര രൂപമാണല്ലോ. കൃഷ്ണനോളം നമ്മളെ വിസ്മയിച്ച വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭഗവാനെ മറ്റു ദേവതകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഭഗവാനെ നമുക്ക് ഏത് രൂപത്തിലും സങ്കല്പിച്ച് ഭജിക്കാം എന്നതു തന്നെ. മകനായും കാമുകനായും ഭർത്താവായും അച്ഛനായും ഗുരുവായും ഒക്കെ. ശത്രുതാ മനോഭാവത്തിലെത്തിയ ശിശുപാലനും പൂതനയ്ക്കും വരെ മോക്ഷത്തിൽ നൽകി അനുഗ്രഹിച്ച ഭഗവാനാണല്ലോ. ഒരു കൃഷ്ണഭക്തനാവുക എന്നത് അത്ര എളുപ്പമല്ല. പല പുണ്യജന്മങ്ങളിലൂടെ വന്നവർക്ക് മാത്രമേ കൃഷ്ണഭക്തിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. കാരണം പരമാത്മാവിൻ്റെ പൂർണ്ണ അവതാരമാണ് കൃഷ്ണ ഭഗവാൻ. സ്നേഹം, പ്രണയം, ധൈര്യം, ശക്തി, കല തുടങ്ങിയ എല്ലാത്തിൻ്റെയും പൂർണ്ണതത്വം തന്നെ. കൂടാതെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നൽകുന്ന ഭഗവത്ഗീതയെ ലോകത്തിന് നൽകി. ഏത് വിഷാദത്തിലിരിക്കുന്നവരെയും കൈപിടിച്ചുയർത്താൻ കെൽപ്പുള്ള ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ഗീത. ഗീതയെ അറിഞ്ഞാൽ തന്നെ നമ്മൾ പാതി രക്ഷപ്പെട്ടെന്ന് പറയാം. ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തി കിട്ടും. നാളെ ഭഗവാന്റെ പുണ്യജന്മദിനത്തിൽ നമുക്ക് എങ്ങനെ അനുഷ്ഠാനം ചെയ്യാം എന്ന് നോക്കാം. തലേന്നു തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതം ആരംഭിക്കാം. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഉപവാസം എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. പറ്റാത്തവർ ഒരിക്കൽ ഊണായിട്ടെടുക്കുക. അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കാം. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിക്കുക. ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും നല്ലതാണ്. രാത്രി 12 മണിക്ക് പായസം, വെണ്ണ, പഴങ്ങൾ എന്നിവ ഭഗവത് സന്നിധിയിൽ വിളക്ക് വെച്ച് സമർപ്പിക്കാവുന്നതാണ്. പിറ്റേന്ന് കുളിച്ച് പാരണ വീടാവുന്നതാണ്. വാസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും.